കൊരട്ടി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിൽ പങ്കെടുത്തത് 1,00,000-ലധികം ആളുകൾ. രാവിലെ മുതൽ വിശ്വാസികളുടെ വൻ തിരക്കാണ് പള്ളിയങ്കണത്തിൽ അനുഭവപ്പെട്ടിരുന്നത്. രാവിലെ 6:30 മുതൽ വിശുദ്ധ കുർബാനയും നൊവേനയും ആരാധനയും തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോസഫ് ബിജു തട്ടാരശ്ശേരിയുടെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് റെക്ടർ ഫാദർ ലിബിൻ ജോസ് കൂളിയത്ത് നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. രാവിലെ 10:30 നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികനായി. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് അന്തോണീസ് പുണ്യാളന്റെ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ദേവാലയത്തിൽ നിന്ന് പുറത്തിറക്കാറുള്ള തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണത്തിലും വിശ്വാസികളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. നിരവധി കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം എഴുതിക്കുകയും ചെയ്തു. അതേസമയം സ്വർഗീയ മധ്യസ്ഥനായ അന്തോണീസ് പുണ്യാളന്റെ തിരുനാൾ ആശംസകളും പ്രാർത്ഥനകളും വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഏവർക്കും നേരുകയുണ്ടായി. 1,00,000 പേർക്കുള്ള നേർച്ച സദ്യ വിതരണം രാത്രി 11 മണി വരെ നീണ്ടു. സ്നേഹമുള്ളവരെ, കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിൽ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ സമുചിതമായി കൊണ്ടാടുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഈ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുകയാണ്. നിങ്ങളെ ഏവരെയും അനുഗ്രഹീതമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരാപ്പുഴ അതിരൂപത വൈദിക സമൂഹത്തിൻ്റെ പേരിലും മെത്രാന്മാരുടെ പേരിലും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.